ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ഈടായിട്ട് ഒരു പോർട്ട്ഫോളിയോ, അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ കാഴ്ചയിൽ വന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് നമ്മളെല്ലാവരും ഒരുപക്ഷെ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യുന്നുണ്ടായിരിക്കും, മാർക്കറ്റ് വീഴുന്ന സമയത്ത് നമ്മൾ ലംസം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ റിയലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ പെർഫോമൻസ് നമ്മുടെ ഇതിൽ എത്ര പേര് കൃത്യമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോർമലി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് 12%, 15%, 20% എന്നെല്ലാം നമ്മൾ കാണും. പക്ഷേ ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് പോസിറ്റീവ് റിട്ടേൺ ആണ്, ഗ്രീൻ കളറാണ്, നമ്മൾ ഹാപ്പിയാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം, നമ്മൾ 1, 2 അല്ലെങ്കിൽ 3 വർഷമായിട്ടൊക്കെ SIP ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റീസുകൾ മാർക്കറ്റിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് റിട്ടേൺ നമ്മുടെ കണ്ണിൽ കാണുന്നെങ്കിലും ഇതിനേക്കാൾ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈടായിട്ടൊരു പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് 2023 തൊട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ്. ഒരുപാട് ഫണ്ടുകളുണ്ട്, ഏകദേശം ഒരു 10-16 മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഞാൻ ഏകദേശം അത് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞപ്പോൾ ഏകദേശം ഒരു 9 ഫണ്ടുകളോളം എനിക്ക് ഭയങ്കര മോശം പെർഫോമൻസ് പോലെ തോന്നി. അതായത് അതിൽ ഞാനൊരു എക്സാമ്പിളിൻ്റെ ഒറ്റ കേസ് മാത്രം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്ന കോണ്ട് സ്മാൾ ക്യാപ് ഫണ്ടാണ്. ഡെഫിനറ്റ്ലി ഇതൊരു സെല് ചെയ്യാനോ ബൈ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു വീഡിയോയുടെ ഒരു എക്സാമ്പിൾസിന് വേണ്ടി മാത്രം എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഫണ്ടിലെ പെർഫോമൻസ് നിങ്ങൾ ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക. ഒരു ഫണ്ട് നമ്മൾ എത്ര സമയമാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സമയം, ഒരുപക്ഷെ 1.5 വർഷമായിരിക്കും നമ്മൾ SIP ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ, അല്ല 1.5 വർഷ കാലയളവിൽ നമുക്ക് കിട്ടിയ റിട്ടേൺ അതേ 1.5 വർഷ കാലയളവിൽ നമ്മുടെ ബെഞ്ച് മാർക്കിന് കിട്ടിയ റിട്ടേണിനേക്കാളും അധികമാണോ, അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ എങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫണ്ടുകളിൽ SIP ചെയ്യണോ എന്നുള്ളത് രണ്ടാമതൊന്ന് റീതിങ്ക് ചെയ്യുക. പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് റീബാലൻസ് ചെയ്ത് ഇത്തരത്തിൽ വേണ്ടാത്ത ഫണ്ടുകളെ കൃത്യമായിട്ട് ഒഴിവാക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു SIP കൊണ്ട് ഒരു നല്ല ഒരു ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂ. ഇത് എൻ്റെ കയ്യിലോട്ട് റിവ്യൂ ചെയ്യാനും റീബാലൻസ് ചെയ്യാനും, അല്ലെങ്കിൽ ആൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം ഇതൊന്ന് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ നോക്കിയൊരു കേസായിരുന്നു കോണ്ട് സ്മാൾ ക്യാപ്പ്. അപ്പോൾ ഈ ഫണ്ട് നിങ്ങൾ വാങ്ങണമെന്നോ നാളെ പോയി സെല്ല് ചെയ്യണോ എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. ഓഫ് കോഴ്സ് നമ്മൾ വീഡിയോയിൽ അത് ഒഫീഷ്യലായിട്ട് തന്നെ പറയണം. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ഇയാളുടെ ഫോളിയോ നമ്പർ ഞാനിവിടെ ഇൻറ്റൻഷനലി ഹൈഡ് ചെയ്തിട്ടുണ്ട്, കാരണം അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ. പല സമയങ്ങളിൽ പല ഡേറ്റിന് നോക്കിക്കഴിഞ്ഞാൽ 2023 തൊട്ട് ഇതിനകത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2024 കറക്ഷനിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 25ലും പർച്ചേസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഫാളിൽ വരെ ഇദ്ദേഹം പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഓരോ സമയത്തും കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതേപോലെ NAV വാല്യൂ, അതേപോലെ എത്ര എമൗണ്ടാണ് ഓരോ സമയത്തും ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കണ്ടു. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു എക്സൽ ഷീറ്റായിട്ട് ഞാനിതിനെ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ ഈ ഡാറ്റകളെല്ലാം തന്നെ നമ്മുടെ ഒരു എക്സൽ ഷീറ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് പർച്ചേസ് ചെയ്തത് ഓരോ സമയത്തും പർച്ചേസ് ചെയ്തിട്ടുള്ള 2023 തൊട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓരോ സമയത്തും കിട്ടിയിട്ടുള്ള NAV, എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫണ്ട്, അതായത് 2023 കറക്റ്റ് പറഞ്ഞാൽ 2023 12/4, അതായത് ഡിസംബർ തൊട്ടിട്ട് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങും. അപ്പോൾ അവിടെ തൊട്ട് ഇന്ന് വരെ ഈ ഫണ്ടിൻ്റെ ഒരു പെർഫോമൻസ്, അപ്പോൾ 24, 25 ഏകദേശം 2.5 വർഷത്തോളമായി അല്ലേ, 2 വർഷത്തിൻ്റെ മുകളിലായി. ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഈ ഫണ്ട് എത്ര നല്ല റിട്ടേൺ കൊടുത്തു, ഇതിൻ്റെ ബെഞ്ച് മാർക്കിനൊക്കെ ബീറ്റ് ചെയ്തോ എന്നുള്ള ഒരു ഇവാലുവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് വഴിയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആപ്പിൽ അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 1 ഇയർ റിട്ടേൺ, 2 ഇയർ റിട്ടേൺ, 3 ഇയർ, 5 ഇയർ, 7 ഇയർ, 10 ഇയർ റിട്ടേൺ ഒക്കെ കാണും. അതെന്ന് പറയുന്നത് നമുക്ക് വേണ്ട റിട്ടേൺ അല്ല. എന്തുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് 2023 ഡിസംബറിലാണ്. അപ്പോൾ 2023 ഡിസംബർ തൊട്ട് ഇന്ന് വരെയുള്ള ഡാറ്റയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാലയളവിൽ നമ്മുടെ ഫണ്ട് എന്ത് റിട്ടേൺ കൊടുത്തു എന്ന് നോക്കുക, ബെഞ്ച് മാർക്ക് എന്ത് റിട്ടേൺ കൊടുത്തു നോക്കുക.
ആ കൊടുത്തിരിക്കുന്ന റിട്ടേൺ, അതായത് നമ്മുടെ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ ബെഞ്ച് മാർക്കിനേക്കാളും ഒന്നെങ്കിൽ ബെഞ്ച് മാർക്കിന് ഈക്വൽ ആവണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടണം. അല്ലെങ്കിൽ ആ ബെഞ്ച് മാർക്കിനേക്കാളും അത് കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ 2-2.5 വർഷമായിട്ട് നമ്മൾ ഈ ഫണ്ടിൽ ഇനി തുടർന്ന് SIP ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? അതിനെല്ലാം നമുക്ക് എല്ലാവർക്കും ആൻസർ അറിയാം, ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ നമ്മളിതിൻ്റെ ഒരു കാൽക്കുലേഷൻ പാർട്ടിലോട്ട് കടക്കുകയാണ്. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്തു നോക്കി നിങ്ങളുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതന്നെ ഉള്ളൂ. സോ എനിക്ക് ഫസ്റ്റ് വേണ്ടത് പർച്ചേസ് ഡേറ്റ് ആണ്. സോ ഞാൻ ഈ പർച്ചേസ് ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. എത്ര ഡേറ്റ് ഉണ്ടോ അത്രയും ഡേറ്റുകൾ ഞാൻ കോപ്പി ചെയ്തു. ഇതുവരെ ഉണ്ട്, 2023 തൊട്ട് ഇങ്ങോട്ടുള്ള ഡേറ്റുകളുണ്ട്. സോ ഞാനത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ടൂളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റും ബെഞ്ച് മാർക്കും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുന്ന ടൂള്. ഈ ടൂളിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് പേസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഡേറ്റ് എന്ന് പറഞ്ഞ കോളം എത്രയാണോ ഉള്ളത് അത്രയും ഫില്ലായി. ഇനി അടുത്ത വേണ്ടത് എത്ര ക്വാണ്ടിറ്റി. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കുമ്പോൾ യൂണിറ്റ്സുകളാണ് വാങ്ങിക്കുക. അപ്പോൾ എത്ര യൂണിറ്റുകൾ ഓരോ സമയത്ത് വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ തിരിച്ച ഷീറ്റിൽ പോകുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. സോ ഞാൻ യൂണിറ്റ്സ് അങ്ങനെ അങ്ങോട്ട് കോപ്പി ചെയ്യുന്നു അവസാനം വരെ. എത്ര യൂണിറ്റ്സാണ് അത്ര യൂണിറ്റ്സ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, കോപ്പി ചെയ്യുന്നു. നമ്മൾ തിരിച്ച് നമ്മൾ ടൂളിനകത്തോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി പേസ്റ്റ് ചെയ്യുന്നു. അടുത്തത് വേണ്ടത് NAV, നെറ്റ് അസറ്റ് വാല്യൂ. നമ്മൾ ഓരോ സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോഴും ഓരോ NAVയിലായിരിക്കും നമുക്ക് യൂണിറ്റ്സുകൾ കിട്ടുന്നത്. സോ നമുക്കിവിടെ NAV ഉണ്ട്. സോ NAVയുടെ ഈ കോളം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഈ 3 ഇൻഫർമേഷൻ മതി. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് അവിടെ തന്നെ കാണാൻ പറ്റും. അസറ്റ് പ്ലസിനകത്ത് നമുക്ക് ഫ്യൂ ക്ലിക്സ് വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് പലരുടെ പോർട്ട്ഫോളിയോ റിവ്യൂവും കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസിയാണത്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി അതെനിക്ക് കുറച്ച് കംഫർട്ടബിളാണ്. ഓക്കെ, സോ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്ത സാധനം നമ്മളിങ്ങോട്ട് കോപ്പി ചെയ്തു. ഡേറ്റ്, ക്വാണ്ടിറ്റി, NAV. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിങ്ങൾക്കറിയാം മോത്തിലാൽ ഓസ്വാൽ മിഡ് ക്യാപ്. ഞാൻ വീഡിയോക്ക് തൊട്ട് മുന്നേ അതിന് വേണ്ടിയിട്ടൊന്ന് ഒരു അനാലിസിസ് നടത്തിയിരുന്നു, അതിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. സോ ഇപ്പോൾ എൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് മോത്തിലാൽ ഓസ്വാൽ അല്ല, എൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് കോണ്ട് സ്മാൾ ക്യാപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ഫിനാൻസിൽ പോകുന്നു. ഈ ഗൂഗിൾ ഫിനാൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ കോണ്ട് സ്മാൾ ക്യാപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചൂസ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒരു ടിക്കർ സിമ്പൽ, അതായത് ഗൂഗിൾ ഫിനാൻസിൻ്റെ ടിക്കർ സിമ്പലാണ്. ഈ സിമ്പൽ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ എക്സൽ ഷീറ്റിൽ കുറേ ഫോർമുലകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സിമ്പൽ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ കൊടുക്കുന്നതോടുകൂടി എനിക്ക് മനസ്സിലായി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ 4,84,000 ഈ ആൾ ഇൻവെസ്റ്റ് ചെയ്തത്. ആ ആൾക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 5,03,000 3000 സംതിങ്. XIRR 3.09. ഓർക്കണം, ആൾ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം 2023 തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം മാർക്കറ്റ് ഇടിഞ്ഞ ക്രാഷിലെല്ലാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ക്രാഷിലെല്ലാം തന്നെ ഈ നവംബറിലെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടും ഇയാൾക്ക് കിട്ടിയ XIRR 3.09 ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിലും നിങ്ങൾക്ക് ഈ XIRR കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ റിയൽ സംഭവം കിടക്കുന്നത് എവിടെയെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഈ സമ്മറി ഷീറ്റ് പോയി കഴിഞ്ഞാൽ കോണ്ട് സ്മാൾ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു സ്മാൾ ക്യാപ്പ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അതിൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് സ്മാൾ ക്യാപ്പ് 250. അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ ഈ കോണ്ട് സ്മാൾ ക്യാപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം 4,84,000. അതേ തുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്മാൾ ക്യാപ്പ് 250 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 5,41,000 ആണ്. പക്ഷേ ഇപ്പോൾ ആ ആൾക്ക് കിട്ടിയത് 5,03,000 ആണ്. അതായത് 18,000 പ്രോഫിറ്റേ കിട്ടിയിട്ടുള്ളൂ. അതേസമയം എത്ര കിട്ടണമായിരുന്നു? 56,000 കിട്ടണമായിരുന്നു. അതായത് ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഈ കാലയളവിൽ, ഞാൻ പറയുന്നത് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ 5 വർഷമോ അല്ല, ആപ്പിൽ കാണിക്കുന്ന ഡേറ്റുകളോ ഡാറ്റകളോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആ സമയം തൊട്ട് ഇന്ന് വരെ ഏകദേശം 2 വർഷവും അതിന് മുകളിലോട്ടുണ്ട്. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഇൻഡെക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9.07% XIRR കിട്ടുമായിരുന്നു. ആ സ്ഥലത്താണ് ആൾക്ക് 3.09% കിട്ടിയത് എന്നർത്ഥം. അത് നോക്കിക്കഴിഞ്ഞാൽ ആൾമോസ്റ്റ് 3 times ഈ ആക്റ്റീവ് ഫണ്ടിനേക്കാളും ബേസിക് ഇൻഡെക്സ് ഫണ്ട് റിട്ടേൺ കൊടുത്തു എന്നുള്ളതാണ്.
അപ്പോൾ ക്വാണ്ട് സ്മാൾ ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്ത് വന്ന സമയത്ത് പറഞ്ഞത്, ആ സമയത്ത് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള ഫണ്ടായിരുന്നു, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടായിരുന്നു. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ മാർക്കറ്റ് ക്രാഷ് വന്നു. മാർക്കറ്റ് ക്രാഷ് വരുമ്പോൾ എല്ലാവരും പറയുന്നൊരു കോമൺ തിയറി ഉണ്ട്, നമ്മൾ അതിനകത്തോട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ സമയത്തും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ 2 വർഷം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഫണ്ടിൽ SIP കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്. ഈ ഫണ്ടിൽ SIP ഈ ഒരു മെത്തേഡിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ഇതിന് ബെഞ്ച് മാർക്കിനെ പോലും ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ അടുത്ത് ബെഞ്ച് മാർക്കെങ്കിലും കിട്ടണം. അതായത് 9.07 എങ്കിലും മിനിമം കിട്ടണം. അതിൻ്റെ മുകളിലോട്ട് എത്ര കിട്ടിക്കഴിഞ്ഞാലും അത് നല്ലതാണ്. അപ്പോൾ ആ ഒരു കാലയളവിൽ ഇതിന് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. ഫണ്ടുകൾ മാറ്റുന്നതിനെക്കുറിച്ചും ഈ റിവ്യൂ ആൻഡ് റീബാലൻസ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. ഈ ക്വാണ്ട് സ്മാൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം എടുത്താണ്. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഏകദേശം 12 ഫണ്ടുകളോട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ കണ്ടു. സോ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഏതാണ് നല്ലതെന്നും ഏതാണ് നല്ലതല്ലാത്തതെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ നല്ലതല്ലാത്ത ഫണ്ടിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മളതിനെ ഒഴിവാക്കുക. നമുക്ക് SIP കൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെഞ്ച് മാർക്കിൻ്റെ റിട്ടേണോ അതിൽ കൂടുതൽ റിട്ടേണോ ഉള്ള ഫണ്ടുകൾ നമ്മൾ ടൈം ടു ടൈം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണം. ഇപ്പം നിങ്ങളൊരു 2-3 മാസമായിട്ട് SIP ചെയ്യുന്ന ഒരാളായി നിങ്ങളെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്ത് മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 1.5 വർഷം 2 വർഷമൊക്കെയായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ SIP ചെയ്യുന്നുണ്ട്, നമുക്ക് പോസിറ്റീവ് റിട്ടേണും ഉണ്ട്, കറക്റ്റാണ്. പക്ഷേ ബെഞ്ച് മാർക്കിൻ്റെ റിട്ടേൺ പോലും കിട്ടാതെ എന്തിനാണ് നമ്മളൊരു ആക്റ്റീവ് ഫണ്ടിലോട്ട് പോകുന്നത്? സോ നമ്മൾ ആക്റ്റീവ് ഫണ്ടിലോട്ട് പോകുമ്പോൾ ആ റിട്ടേണോ അതിൽ കൂടുതലോ കിട്ടണം. സോ അത്തരത്തിലുള്ള ഫണ്ടുകളായിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 5-6 വർഷമായിട്ട് നമ്മൾ SIP ചെയ്യും. SIPയുടെ ആ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഈ എക്സൽ ഷീറ്റ് ടൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇതെൻ്റെ ടെലഗ്രാം ചാനൽ ഞാൻ രാത്രിയോട് കൂടി പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫണ്ടിൻ്റെ ഡാറ്റ എടുത്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളിതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് എല്ലാം ചെയ്യാം. അല്ല നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം എടുക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടു 9% കിട്ടുന്ന ഒരു ഫണ്ടാണ് 3% 3 ഇരട്ടിയാണ് താഴോട്ട് വന്നത്. സോ ഇത്തരത്തിലുള്ള ഈ പിറ്റ്ഫാൾസ് നമ്മൾ വീഴാതെ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല സെലക്ഷൻ ആയിരിക്കണം. കൃത്യമായ ഫ്രീക്വൻറ്റ് റിവ്യൂസ് നടത്തി അതിനൊന്ന് ക്ലീനപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ആരെങ്കിലും എക്സ്പേർട്സിൻ്റെ സഹായം എടുത്തുകൊണ്ട് തന്നെ അത് ഡെഫിനറ്റായിട്ടും അത് ചെയ്യുക. എന്നാലാണ് ഫ്യൂച്ചറിൽ ഈ കോമ്പൗണ്ടിങ് എഫക്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ SIP കാൽക്കുലേറ്റർ ഈ വലിയ എമൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമുക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അത് പോസിബിളാണ്. പക്ഷേ വേണ്ടാത്തത് ഒഴിവാക്കുകയും വേണ്ടുന്നത് നിലനിർത്തുകയും വേണം. ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫണ്ട് എങ്ങനെയൊക്കെ പോകുന്നു എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ഹിൻറ്റ് കിട്ടി ഞാൻ വിചാരിക്കുന്നു പേഴ്സണലി. സോ നമുക്ക് അടുത്ത ആഴ്ചകളിൽ മറ്റ് വീഡിയോസായിട്ട് വീണ്ടും കാണാം.